തഹാനി സ്റ്റീൽസ് എടക്കഴിയൂർ ചാവക്കാട്. ആളൂക്കാരൻ ജുവല്ലറി മുതുവട്ടൂർ, ചേറ്റുവ റോഡ് ചാവക്കാട്, ചേറ്റുവ റോഡ് വാടാനപ്പള്ളി, ഒരുമനയൂർ. 48 കോടി രൂപ ചെലവിൽ കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന ചാവക്കാട് പുന്ന ചിങ്ങനാത്ത് പാലം പദ്ധതിക്ക് സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നഷ്ടപരിഹാര തുകയിൽ വൻ ആശയക്കുഴപ്പം. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. പദ്ധതിക്കായി സ്ഥലം വിട്ടു നൽകുന്നവരാണ് സ്ഥലം ഏറ്റെടുക്കൽ പ്രക്രിയയുടെ ഭാഗമായി തുക നിശ്ചയിക്കുന്നതിൽ യാതൊരു മാനദണ്ഡവും പാലിച്ചിട്ടില്ലെന്നാരോപിച്ച് രംഗത്തെത്തിയിട്ടുള്ളത്. ദേശീയപാതയിൽ നിന്നും ഗുരുവായൂരിനെയും ചാവക്കാടിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി 15ലധികം കുടുംബങ്ങളാണ് ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഓരോ വീടിനും സ്ഥലത്തിനും വ്യത്യസ്ത തുകയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതോടെ 10ലധികം വീട്ടുകാർ നഷ്ടപരിഹാര തുകയിൽ ആശങ്ക ഉയർത്തി രംഗത്തെത്തുകയായിരുന്നു. അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഭൂവുടമകൾക്ക് നഷ്ടപരിഹാരമായി 10 കോടിയിലധികം രൂപ നേരത്തെ അനുവദിച്ചിരുന്നു. ഈ തുകയുടെ വിതരണത്തിലാണ് നാട്ടുകാരിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. നഷ്ടപരിഹാരമായി നൽകുന്ന തുകയിൽ പുനർപരിശോധന വേണമെന്നും തുടർന്ന് അനുവദിക്കുന്ന തുക കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് നൽകിയ ശേഷമേ പദ്ധതി ആരംഭിക്കാവൂ എന്നും സ്ഥലമുടമകളിൽ ഒരാളായ ടി.എ. മോഹനൻ പറഞ്ഞു. ഈ വീടിനൊക്കെ ഇട്ടുള്ളത് വെച്ചാൽ ഇപ്പൊ ഇതിൽ കുറച്ച് വീടൊക്കെ ഈ കുട്ടി ഇത് ചെയ്തിട്ടുണ്ട്. അതില് ഏറ്റവും പ്രധാനമുള്ളത് 65,000 മുതൽ 5 ലക്ഷം, പിന്നെ ഒരു 2.5 സെന്റുള്ള സ്ഥലത്ത് ഒരു 17 ലക്ഷമാണ് അതിന് കൊടുക്കുന്നത്. ആ വീടിന്, ആ സ്ഥലത്തിനും വീടിനും കൂടിയിട്ട് 47,000 റുപ്യ അല്ല 47 ലക്ഷമാണ് പറഞ്ഞേക്കണത്. അപ്പൊ അതൊക്കെ ഒന്ന് കണക്കിലെടുത്തിട്ട് രണ്ടാമത് ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ട് ഇത് റീവൈൻഡ് ചെയ്യണം. ഇതെങ്ങനെയൊക്കെയാണ് ഇത് കൊടുക്കണേ, എന്തൊക്കെയാന്നുള്ള കാര്യത്തിൽ രണ്ടാമത് റീവൈൻഡ് ചെയ്തിട്ട് ഇതിന് വേണ്ടപ്പെട്ട നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് പറയണം. പദ്ധതിയുടെ ഭാഗമായി സ്ഥലം സന്ദർശിച്ച NK അക്ബർ MLA പൊന്നും വിലയാണ് വാഗ്ദാനമായി നൽകിയിരുന്നത്. എന്നാൽ MLAയുടെ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ലെന്നും മോഹനൻ കുറ്റപ്പെടുത്തി. നമ്മളെ ബഹുമാനപ്പെട്ട ഇപ്പൊ ഉള്ള MLA വന്നിട്ട് ഞങ്ങളോട് പൊന്നും വില തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതിന് വേണ്ടിയിട്ട് നമ്മളെ പുന്ന സ്കൂളിൽ ഒരു 5-10 പ്രാവശ്യം മീറ്റിംഗ് കൂടുകയും അവിടെ വെച്ച് പല ഡിസ്കഷൻ നടത്തുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് അതിലൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. അതിലൊക്കെ പറയണത് പൊന്നും വില നിങ്ങൾക്ക് മേടിച്ചു തരും, പൊന്നും വില നിങ്ങൾക്ക് മേടിച്ചു തരും. ലാസ്റ്റ് ഇതിന്റെ സാങ്ഷൻ ആയി കഴിഞ്ഞപ്പോ ഈ പാലത്തിന്റെ ഇവിടെ വന്നിട്ട് പറഞ്ഞത് ഇതിന് എല്ലാവർക്കും പൈസ പാസ്സായിട്ടുണ്ട്, അത് ആവശ്യമുള്ള ഒരു പൈസ മേടിക്കുക, അല്ലാത്ത പൈസ കോടതിയിൽ കെട്ടിവെച്ചിട്ട് കാര്യങ്ങൾ നടത്തുന്ന പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങളെ നെഞ്ഞത്ത് കൂടെ ഒക്കെ നടത്തേണ്ട ഒരു കാര്യങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ വീട് പോണ കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളെ വീട് പോണതിനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കിയതിന്റെ ശേഷം മാത്രമേ ഇതിന്റെ പ്രോജക്റ്റ് അനുവദിക്കാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾ സമ്മതിക്കില്ല. അല്ലാണ്ട് എങ്ങനെയാണ് തുക കണക്കാക്കിയതെന്ന് ആർക്കും ഒരു വിശദീകരണവും ലഭിച്ചിട്ടില്ലെന്നും തങ്ങളുടെ വീടിനും സ്ഥലത്തിനും ലഭിക്കേണ്ട തുകയിൽ പകുതി പോലും നിശ്ചയിച്ചിട്ടില്ലെന്നും ഇവർ പറഞ്ഞു. ചില പ്രത്യേക താൽപര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണോ നഷ്ടപരിഹാര തുക നിശ്ചയിച്ചിട്ടുള്ളതെന്ന് പ്രദേശവാസിയായ ശ്രീധരൻ നായർ ചോദിച്ചു. ഈ വീട് പോകുന്നത് പോലെ തന്നെ പെയിൻ എടുക്കേണ്ടതായ കുറെ സ്ഥലം പോയ ആൾക്കാരുണ്ട്. യാതൊരു സാഹചര്യം കൂടി ഇല്ലാത്ത രീതിയിൽ രണ്ടാമത്തെ അലൈൻമെന്റ് കൊണ്ടുവന്നത് പ്രത്യേക താല്പര്യങ്ങൾ എടുത്തുകൊണ്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന മാതിരിയിലാണ് പലരുടെയും ഭൂമി വേസ്റ്റായിട്ട് പോണത്. ആ കാര്യം കൂടി സർക്കാർ പരിഗണിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഗുരുവായൂർ ചാവക്കാട് റൂട്ടിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം എന്ന ലക്ഷ്യത്തോടെയാണ് കനോലി കനാലിന് കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നത്. KV അബ്ദുൽ ഖാദർ MLA ആയിരിക്കെ 2017-18 സാമ്പത്തിക വർഷത്തിലാണ് പദ്ധതി അനുവദിച്ചത്. 9.75 മീറ്റർ വീതിയിലും 253 മീറ്റർ നീളത്തിലുമാണ് പാലം നിർമ്മിക്കുക. പാലത്തിന്റെ ഇരുവശത്തും 1.5 മീറ്റർ വീതിയിൽ ഫുട്പാത്തും നിർമ്മിക്കും. പാലത്തിന് സമീപം 9 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന പ്രധാന റോഡിന് ഇരുവശത്തുമായി 3.5 മീറ്റർ വീതിയിൽ സർവീസ് റോഡും നിർമ്മിക്കുന്നുണ്ട്. നിർമ്മാണം പൂർത്തിയായാൽ ചിങ്ങനാത്ത് കടവ് പാലവും അപ്രോച്ച് റോഡും ദേശീയപാത 66 നിന്നും ചാവക്കാട് ഗുരുവായൂർ പ്രദേശത്തേക്കുള്ള പ്രധാന ബൈപ്പാസായി മാറും. മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആളൂക്കാരൻ ജുവല്ലറി മുതുവട്ടൂർ, ചേറ്റുവ റോഡ് ചാവക്കാട്, ചേറ്റുവ റോഡ് വാടാനപ്പള്ളി, ഒരുമനയൂർ. 916 BIS ഹോൾമാർക്ക് ഗോൾഡ് and 925 സ്റ്റെർലിംഗ് സിൽവർ ഓർണമെന്റ്സ്. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.